പ്രിയപ്പെട്ടവരെ, കോർത്ത് പിടിച്ച കരങ്ങളിൽ വലിയൊരു ഐക്യത്തിൻ്റെ അടയാളമാണ്. മനുഷ്യർ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. 1-2 പേരല്ല, 10-15 പേരല്ല, നമ്മൾ ഒത്തിരി പേര് ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്, അല്ലേ? ആണോ? അതെ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നമ്മളെ എങ്ങനെ പ്രാർത്ഥിച്ച് വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിച്ച് വരണമെന്നാണ് പറഞ്ഞത്. ഇന്നങ്ങനെ വരാൻ പറ്റിയൊരുന്ന് കൈപൊക്കിക്ക്. മാലാഖമാരോട് ചേർന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം അത് മറന്നു പോകരുത്. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? മാലാഖമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചെല്ലാം. അതുപോലെ തന്നെ മാലാഖമാരോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കുകയും ചെയ്യാം. 1 കോടി മാലാഖമാരോടും പരിശുദ്ധ അമ്മയോടും ചേർന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ ഞാൻ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മാത്രമല്ല, പിന്നെ ആരുണ്ടെന്നാ പറഞ്ഞ്? നമ്മൾ എത്ര കോടി മാലാഖമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 400 കോടി മാലാഖമാരോടുകൂടി ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. അങ്ങനെ ഒരു സന്ദേശം കർത്താവ് തന്നു. 400 കോടി, 2 പേര് കൈപൊക്കിയിട്ടുണ്ട്. 400 കോടി മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് വന്നവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അത്ര എത്തിയില്ലേലും അതിൻ്റെ അടുത്തൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇതൊരു വലിയ ശക്തിയാണ്. മാലാഖമാർ നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇന്ന് പറയാൻ കാരണമുണ്ട്. ഇത് ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മാസമാണ്. 1, 2 ഇന്നലെ എന്തായിരുന്നു? ഇന്നലത്തെ പ്രത്യേകത എന്തായിരുന്നു? ജപമാല രാജ്ഞിയുടെ തിരുനാളായിരുന്നു. അതുകൊണ്ടൊക്കെ നമ്മൾ ജപമാല രാജ്ഞിയെക്കുറിച്ച്, ജപമാലയെക്കുറിച്ച്, പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. ഹല്ലേലൂയ. ഇനി കോർത്ത് പിടിച്ച് ഒന്നുകൂടെ കരങ്ങളൊന്ന് കോർത്ത് പിടിച്ചിട്ട് നമ്മൾ ഇവിടെ ഈ പ്രദേശം മുഴുവൻ നമ്മൾ ഇന്ന് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച മാലാഖമാരുടെ മുഴുവൻ സാന്നിധ്യം, അതിൻ്റെ നടുക്ക് ഈശോ മാത്രമല്ല, പരിശുദ്ധ ത്രിത്വം മുഴുവൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എഴുന്നള്ളിയിരിക്കുകയാണ്. ഈ വലിയൊരു സാന്നിധ്യ അനുഭവത്തിൽ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. കർത്താവെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആ വലിയൊരു ഇടപെടൽ, അത്ഭുതകരമായ ഇടപെടൽ, അഭിഷേകം ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കിരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ ഒന്ന് സന്തോഷത്തോടെ ഒന്ന് ആശംസിച്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. സന്തോഷമാണോ? സന്തോഷമാണോ? അല്ലേ? സന്തോഷമാണ്. സന്തോഷം അല്ലെങ്കിൽ സന്തോഷം കിട്ടാൻ ഉള്ള ഒരു വഴിയുണ്ട്. എന്താണത്? എന്താണ് ആ വഴി? ജപമാല കരങ്ങളിൽ എടുക്കുക. ഹല്ലേലൂയ. ഈ ജപമാലയെക്കുറിച്ച് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയാവോ? ജപമാലയെക്കുറിച്ച് ബൈബിളിൽ, വചനത്തിൽ, നമ്മൾ ബൈബിൾ വായിക്കുന്നതല്ലേ ആൽബിനെ? ബൈബിൾ വായിക്കുമ്പോൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ? എങ്കിൽ സങ്കീർത്തനം 144 സങ്കീർത്തനത്തിൽ 1-ാമത്തെ വചനം ഇപ്രകാരമാണ്: എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇത് ജപമാലയെക്കുറിച്ചല്ലേ? അതെ. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞിട്ട് സങ്കീർത്തനം പറയാണ്, യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. അപ്പം ജപമാല ചെല്ലുന്നവർ എന്ത് ചെയ്യുവാന്നാണ് പറയുന്നത്? യുദ്ധം ചെയ്യുന്നു, പടപൊരുതുന്നു. പറഞ്ഞേ, ജപമാല ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നു? യുദ്ധം ചെയ്യുന്നു, പടപൊരുതുന്നു. അതിന് അവിടുന്ന് എൻ്റെ വിരലുകളെ പരിശീലിപ്പിക്കുന്നു.
ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 9-ാം പീയൂസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. മാർപ്പാപ്പ പറയാണ്, വത്തിക്കാൻ കൊട്ടാരം മുഴുവൻ അന്വേഷിച്ച് നോക്കിയാലും, വത്തിക്കാൻ കൊട്ടാരം, റോമിലെ വത്തിക്കാൻ കൊട്ടാരം മുഴുവൻ അന്വേഷിച്ച് നോക്കിയാലും ജപമാലയേക്കാൾ ഒരു വലിയ നിധിയോ നിക്ഷേപമോ കണ്ടെത്തുക അസാധ്യമാണ്. അതായത് വത്തിക്കാൻ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ നിധിയും നിക്ഷേപവുമായിട്ടാണ് പീയൂസ് മാർപ്പാപ്പ, 9-ാം പീയൂസ് മാർപ്പാപ്പ എന്തിനെ കാണുന്നത്? ഈ ജപമാലയെ കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സർവ്വസമ്പത്തിനേക്കാളും, എന്നിട്ട് മാർപ്പാപ്പ പറയുകയാണ്, സർവ്വസമ്പത്തിനേക്കാളും സർവ്വ സൗഭാഗ്യങ്ങളെക്കാളും ഉന്നതമായ നിധിയാണ് ഈ ജപമാല. ഹല്ലേലൂയ, എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ സ്വർഗം എന്ന വലിയ സമ്പത്ത് നമുക്ക് നേടിത്തരുന്ന അമൂല്യമായ നിക്ഷേപമാണ് ഈ ജപമാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അതിനെ വളരെ നിസ്സാരമായിട്ട് കാണും. ജപമാല അല്ലേ? പക്ഷേ ഇതറിയാവുന്നവർക്ക് ഇതൊരു വലിയ അനുഭവമാണ് ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത്. മാർപ്പാപ്പ പറയുന്നുണ്ടോ, വത്തിക്കാൻ കൊട്ടാരത്തിലുള്ള ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് ഈ ജപമാലയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക്, അതിൻ്റെ ആഴത്തിൽ വിശുദ്ധ വചനം നമുക്ക് മനസ്സിലാക്കി തന്നു. വചനം പറയുകയാണ്, ജപമാല എന്ന് പറയുന്നത് എന്താണെന്നാണ് വചനം പറയുന്നത്? അത് യുദ്ധം ചെയ്യാനും പടപൊരുതാനുമുള്ള വേദിയാണ്, നിമിഷങ്ങളാണ്, അതിനുള്ള ആയുധമാണ്. അതുകൊണ്ടാണ് യുദ്ധം ചെയ്യണം, പടപൊരുതണം. അതിന് ആയുധമില്ലാതെ പറ്റില്ല. ഒരായുധവും നമ്മുടെ കയ്യിലില്ലെങ്കിൽ തീർച്ചയായിട്ടും ശത്രു നമ്മളെ തോൽപ്പിക്കും. ഇല്ലേ? തോൽപ്പിക്കും. അതുകൊണ്ട് രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്, പിശാചിനെ ആട്ടിപ്പായിക്കാനും ഒരുവനെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്താനും സഹായിക്കുന്ന ശക്തമായ ആയുധമാണ് ജപമാല. എന്തൊക്കെയാണ്? പിശാചിനെ ആട്ടിപ്പായിക്കുക. നമ്മൾ പിശാചിനെ പേടിക്കണ്ട. എന്ത് ചെയ്താൽ മതി? നമ്മുടെ കുടുംബത്തിലൊരു പൈശാചിക ബന്ധനമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു പോയ പാപത്തിൻ്റെ പരിണതഫലമായിട്ട് പിശാച് ആധിപത്യം പുലർത്തിയിരിക്കുകയാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് ഭയപ്പെടണ്ട. എന്ത് ചെയ്താൽ മതി? ജപമാല കരങ്ങളിലെടുത്ത് ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ജപമാല ചെല്ലുമ്പം മാതാവിനോട് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, പിന്നെ ആരോടും കൂടെയാണ്. മാലാഖമാരുടെ പ്രാർത്ഥനയും മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും കൂടെ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ നിത്യപിതാവിന് നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിശാചിനെ ആട്ടിപ്പായിക്കാൻ, പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാനും നമ്മളെ ശക്തിപ്പെടുത്തുന്ന വലിയൊരായുധമാണ് ജപമാല. പരിശുദ്ധ അമ്മയുടെ സ്നേഹ സമ്മാനമാണിത്. പരിശുദ്ധ അമ്മയുടെ വലിയ ശക്തമായ സംരക്ഷണമാണിത്. ഹല്ലേലൂയ. വലത്തേറും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ നമ്മെ തകർക്കാൻ അമ്പും വില്ലും എടുത്ത് പോരാടിയാലും ജപമാല എന്ന ആയുധം എൻ്റെ കരങ്ങളിലുണ്ടെങ്കിൽ നിന്നെ തൊടാൻ സാത്താന് പറ്റുകയില്ല. സാത്താൻ അമ്പും വില്ലും എടുത്ത് എന്നോട് പോരാടുമ്പോൾ നിൻ്റെ കയ്യിൽ, എൻ്റെ കയ്യിൽ, നമ്മുടെ കയ്യിൽ ജപമാല എന്ന ആയുധമുണ്ടെങ്കിൽ സാത്താൻ എന്നെ തൊടാനായിട്ട് സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത് അല്ലേ? ഇത് നമ്മൾ എടുക്കാത്തതാണ്. ഈ ജപമാല നമ്മൾ എടുത്ത് ഉപയോഗിക്കാത്തതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശൂന്യതയുടെ, അന്വേഷിച്ചൻ പറഞ്ഞ പോലെ ആത്മീയ ജീവിതത്തിൻ്റെ ശൂന്യതയുടെ കാരണം എന്താണ്? ഈ ജപമാല എടുത്ത് നമ്മൾ ഉപയോഗിക്കാത്തതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജപമാല ഭക്തി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കരിസ്മാറ്റിക് നവീകരണം ഉണ്ടായതിനു ശേഷം ഉണ്ടായതൊന്നുമല്ല. ആണോ? അല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1571 യൂറോപ്പിലും ഇറ്റലിയിലുമൊക്കെ തുർക്കികൾ യുദ്ധം തുടങ്ങുന്നത്. ഈ യുദ്ധത്തിൻ്റെ സമയത്താണ് മാർപ്പാപ്പായോട് ചേർന്ന് അനേകം പേര് യുദ്ധത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഇസ്ലാമിക് തീവ്രവാദികൾ നിർബന്ധിച്ച് മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും അനേകം പേരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് 5-ാമൻ മാർപ്പാപ്പ ജപമാല ചൊല്ലിയാൽ നമുക്ക് യുദ്ധത്തിൽ വിജയമുണ്ട് എന്നുള്ളത് ദൈവജനത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അനേകരോട് ചേർന്ന് മാർപ്പാപ്പ ജപമാല ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ജപമാല ചൊല്ലിയപ്പോഴാണ് തുർക്കികളെ കീഴ്പ്പെടുത്താനും ക്രിസ്ത്യൻ സമൂഹത്തിന് വിജയം വരിക്കാനും സാധിച്ചത്.
അതുകൊണ്ട് മാർപ്പാപ്പ ആ ദിനത്തെ വിജയമാതാവിൻ്റെ തിരുനാളെന്ന് പേരിട്ട് വിളിച്ചു, വിജയമാതാവിൻ്റെ തിരുനാൾ. എന്നാൽ അതിനുശേഷം ഗ്രിഗോറിയസ് മാർപ്പാപ്പ വന്നപ്പോൾ മാർപ്പാപ്പ ഈ വിജയമാതാവിൻ്റെ തിരുനാളിനെ എന്താക്കി? ജപമാല രാജ്ഞിയുടെ തിരുനാളാക്കി മാറ്റി. 1578 ജപമാല രാജ്ഞിയുടെ തിരുനാളാക്കി ഒക്ടോബർ 7 പ്രഖ്യാപിച്ചത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലൂർദിലും ഫാത്തിമയിലെല്ലാം മാതാവ് പ്രത്യക്ഷപ്പെടുമ്പം പറയുന്നത് എന്താണ്? ജപമാല ചൊല്ലി 3 കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. ഒന്ന്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ജപമാല ചൊല്ലി നമ്മൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, പരിഹാരമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. മാതാവ് എന്തിനാ ഓടി നടന്ന് എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്നത്? എന്തിനാ? ഈ സന്ദേശം തരാനാ, ജപമാല ചൊല്ലാൻ പറയാനാ. എവിടെയെല്ലാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ജപമാല ചെല്ലുന്നവരുടെ സമൂഹം വളർന്നു വന്നിട്ടുണ്ട്. അതുവഴി ഒരുപാട് മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ലൂയി മോണ്ട്ഫോർട്ട് പറയുകയാണ്, നിങ്ങൾ മരണം വരെ വിശ്വസ്തയോടെ ജപമാല ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ പാപത്തിൻ്റെ ഗൗരവം എത്ര വലുതാണെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് മഹത്വത്തിൻ്റെ ഒരു കിരീടം സ്വീകരിക്കാൻ തക്കവിധം യോഗ്യതയുള്ളവരായി മാറും. കണ്ടോ, വിശുദ്ധ മോണ്ട്ഫോർട്ട് പറയുന്നതാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിത്. നിങ്ങൾ എത്രമാത്രം പാപത്തിൻ്റെ പടുകുഴിയിൽ കഴിയുന്നവരാണെങ്കിലും ജപമാല ചൊല്ലി തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരിക്കലും ഒളിമങ്ങാത്ത ഒരു കിരീടം, മഹത്വത്തിൻ്റെ കിരീടം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് വീണ്ടും പറയുകയാണ്, പാപത്തിൽ തുടർച്ചയായി ജീവിച്ചുകൊണ്ട് ജപമാല ചെല്ലാൻ ആർക്കും കഴിയുകയില്ല. ഒന്നെങ്കിൽ അവൻ പാപം ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അവൻ ജപമാല ഉപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. പാപത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ആ ജപമാല ചെല്ലാനും ഒപ്പം പാപം ചെയ്യാനും ഒപ്പം തിന്മയിലായിരിക്കാനും പറ്റില്ലെന്ന്. ശരിയല്ലേ? പല കുടുംബങ്ങളും നമ്മൾ ഓർത്ത് നോക്കിയേ, പല വ്യക്തി ജീവിതങ്ങളിലേക്ക് നമ്മൾ ഓർത്ത് നോക്കിയേ, നമ്മൾ ജപമാല ചൊല്ലി തുടങ്ങി കഴിയുമ്പോഴാണ് നമുക്കൊരു നല്ല കുമ്പസാരം നടത്തണമെന്ന് ആഗ്രഹം വരുന്നത്. ശരിയല്ലേ? ആണോ? പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം വരുന്നത്. എന്നാൽ കുറേ കാലം നമ്മൾ ജപമാല ചെല്ലാതെ, ജപമാല പ്രാർത്ഥന ഇല്ലാതെ നമ്മൾ നമ്മുടേതായ രീതിയിൽ അങ്ങ് ജീവിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മളെല്ലാ പാപത്തിൻ്റെ പടുകുഴിയിലും പോയി വീഴും. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, പാപത്തിൽ തുടർച്ചയായി ജീവിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആർക്കും കഴിയില്ല. ഒന്നെങ്കിൽ 2 കാര്യം സംഭവിക്കും. ഒന്നെങ്കിൽ ആ വ്യക്തി ജപമാല പ്രാർത്ഥന ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി പാപത്തെയും പാപത്തിൻ്റെ സാഹചര്യങ്ങളെയും എന്നേക്കുമായി ഉപേക്ഷിക്കും. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജപമാല. സാത്താനെതിരെയുള്ള ചമ്മട്ടി അടിയാണ് ജപമാല. ഇത് പറഞ്ഞിരിക്കുന്ന ആരാന്നറിയോ? വിശുദ്ധ പാദ്രോഫിയുടെ വാക്കുകളാണ്. ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജപമാല. പിന്നെ എന്താ പറഞ്ഞത്? സാത്താനെതിരെയുള്ള ചമ്മട്ടി അടിയാണ് ജപമാല. അപ്പം നമ്മൾ ജപമാല എല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കട്ട അടി കിട്ടുന്നത്? നമ്മക്കട്ടല്ല, സാത്താൻ നമ്മളെ അടിക്കുകയല്ല. പിന്നെ ആരെ അടിക്കുന്നത്? പിശാചിനിട്ട് നമ്മൾ കൊടുക്കുവാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക, ജപമാല ചെല്ലുമ്പോൾ നാം മാതാവിൻ്റെ കയ്യിൽ പിടിക്കുന്നു, ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കയ്യിൽ പിടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജപമാല ചെല്ലുമ്പോൾ നമ്മൾ ആരുടെ കയ്യിൽ പിടിക്കുന്നു? പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിക്കുന്നു. ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ അമ്മ നമ്മുടെ കയ്യിൽ പിടിക്കുന്നു. ആമേൻ. വലത്തേറും ഉയർത്തി ഹല്ലേലൂയ. ക്ഷീണമൊന്നും വരുന്നില്ലല്ലോ? ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ റോമില് ഔദ്യോഗികമായിട്ട് പൂതാചോടനം നടത്തുന്ന, പിശാച് ബഹിഷ്കരണം നടത്തുന്ന ഒരു വൈദികൻ പിശാചിനെ ബഹിഷ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം പിശാചിനോട് ചോദിച്ചു, നീ ഭയപ്പെടുന്ന കാര്യം എന്താണ്? പിശാചിനോട് ചോദിക്കുവാണ്, നീ ഏത് കാര്യമാണ് ഏറ്റവും അധികം ഭയപ്പെടുന്നത്? അപ്പോൾ പിശാച് മറുപടി പറയുകയാണ്, ജപമാലയാണ് എനിക്ക് ഏറ്റവും ഭയമുള്ളത്. ഓരോ നന്മ നിറഞ്ഞ മറിയവും എൻ്റെ തലയ്ക്ക് അടിച്ചു കയറുന്ന വെടിയുണ്ടയാണ്. ആര് പറഞ്ഞത്? പിശാച് തന്നെ പറഞ്ഞതാ. പിശാചിനെ ബഹിഷ്കരിക്കുന്ന സമയത്ത് ഔദ്യോഗികമായിട്ട് പിശാചിനെ ബഹിഷ്കരിക്കാൻ അധികാരം ലഭിച്ചിരിക്കുന്ന വൈദികൻ ചോദിക്കുവാണ്, പിശാച് നിനക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണ്?
നിനക്ക് എന്താണ് ഏറ്റവും ഭയപ്പെടുന്നത് നീ? അപ്പോൾ പറയുകയാണ്, ജപമാലയാണ് ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. ഓരോ നന്മ നിറഞ്ഞ മറിയവും എൻ്റെ തലയ്ക്ക് അടിച്ചു കയറുന്ന വെടി ഉണ്ടയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് തന്നെ ജപമാല ചെല്ലുന്നവരെ സാത്താന് ഇഷ്ടമാണോ? ആണോ? അല്ല. സാത്താൻ അവരുടെ 7 അയൽവക്കത്തെത്താൻ പറ്റത്തില്ല. സാത്താൻ അവരെ തൊടാൻ പറ്റത്തില്ല. സാത്താൻ അവരുടെ പരിസരത്തെത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ഒരു പൈശാചിക അടിമത്തം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാത്താൻ ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രം എന്നതാണ്. ആദ്യം ചെയ്യുന്ന തന്ത്രം എന്താണ്? നമ്മുടെ വീട്ടിലെ ജപമാല പ്രാർത്ഥന മുടക്കും. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെ പ്രതി ഇന്ന് ജപമാല ചെല്ലണ്ട, ബാക്കിയെല്ലാം ഭംഗിയായിട്ട് നടക്കും, ഇന്ന് ജപമാല വേണ്ട എന്നുള്ള തീരുമാനമെടുത്തു കഴിയുമ്പോൾ ആ സമയത്ത് തന്നെ ആരകത്ത് കയറി? പിശാച് അകത്ത് കയറി. അതുകൊണ്ടാണ് സാത്താൻ പറയുക, എനിക്ക് ജപമാല ചെല്ലുന്നവരെ പേടിയാണ്, ജപമാല പേടിയാണ്. ഓരോ വിശുദ്ധ പാതിരവ്യ പറയാണ്, ഓരോ ജപമാലയും എനിക്കിട്ട് കിട്ടുന്ന ചാട്ടവാർ അടിയാണ്. ഓരോ ജപമാലയും എൻ്റെ തലയ്ക്കിട്ടേൽക്കുന്ന വെടിയുണ്ടകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും വലിയ ശക്തി ഈ ജപമാല പ്രാർത്ഥനയ്ക്കുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ജപമാല പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങുമ്പോൾ പൈശാചികമായ ശക്തി നമ്മളെ വിട്ടുപോകുകയും നമ്മൾ വലിയ കൃപാഭിഷേകത്തിലേക്ക്, വലിയ കൃപയുടെ അഭിഷേകത്തിലേക്ക് നമ്മൾ വളരുകയും ചെയ്യും. ഓരോ നന്മ നിറഞ്ഞ മറിയവും ചെല്ലുമ്പോൾ നിൻ്റെ ഹൃദയം ആനന്ദത്താൽ നിറയും. ആനന്ദത്താൽ നിറയും. ഓരോ ജപമാലയുടെ മണികളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുള്ള നിരാശയും സങ്കടവും ദുഃഖവും എല്ലാം മാറിപ്പോയിട്ട് വലിയ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്ന നിമിഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി വീശിക്കുക. ഉറക്കമൊന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ വരുന്നവരോട് ഞാൻ ചോദിക്കാറുള്ളൊരു കാര്യമാണ്. അവരെ കേട്ട് കഴിയുമ്പം ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങളുടെ വീട്ടിൽ ജപമാല മുടങ്ങിയിട്ട് എത്ര കാലമായി? അപ്പോൾ അവർ പറയും ഇത്ര വർഷമായി, അല്ലെങ്കിൽ ഇത്ര മാസമായി, അല്ലെ ഇത്ര ആഴ്ചയായി എന്നൊക്കെ അവർ കൃത്യമായിട്ട് പറയും. അപ്പം ജപമാല എപ്പോൾ മുടങ്ങുന്നു അപ്പോൾ മുതൽ നമ്മുടെ കുടുംബത്തിൻ്റെ വാതിൽ ആർക്ക് വേണ്ടി തുറന്നിട്ടേക്കുക? പിശാചിന് വേണ്ടി തുറന്നിട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത്, കുടുംബത്തിൽ നമുക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക്, ജപമാല പ്രാർത്ഥനയ്ക്ക് കൃത്യമായിട്ടൊരു സമയമുണ്ടാകും. അത് സീരിയൽ കഴിഞ്ഞിട്ടല്ല, പിള്ളേരുടെ പഠിപ്പീര് കഴിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ മറ്റ് അടുക്കളയിലെ ജോലി പണികളെല്ലാം കഴിഞ്ഞ് തീർന്നിട്ടല്ല, നമ്മുടെ സകല കാര്യങ്ങളും തീർന്നിട്ടല്ല നമ്മൾ ജപമാല പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കേണ്ടത്. അതിനെല്ലാം മുൻപേ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജപമാല പ്രാർത്ഥനയായതുകൊണ്ട് ഞാൻ ഒന്നാം സ്ഥാനം എൻ്റെ കുടുംബ പ്രാർത്ഥനയ്ക്ക്, എൻ്റെ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുമെന്നുള്ളൊരു തീരുമാനം എടുക്കണം. ആരാ എടുക്കേണ്ടത്? അപ്പനും അമ്മയും എടുക്കണം. ഇപ്പം അപ്പൻ തന്നെ തീരുമാനിച്ചാൽ നടക്കുകയില്ല. അമ്മ അന്നേരം ആ സമയത്ത് കൊച്ചിനെ പഠിപ്പിക്കാനും കൊച്ചിനെ കുളിപ്പിക്കാനും പോയാൽ അപ്പം പറഞ്ഞാൽ നടക്കുമോ? കൊന്തയെല്ലാം വിളിക്കുമ്പോൾ അമ്മ പറയും ഞാൻ കൊച്ചിനെ ഒന്ന് കുളിപ്പിക്കട്ടെ. പിന്നെ കുളിപ്പീര് കഴിയുമ്പോൾ എന്ന് പറയും ഞാൻ അതിനനുസരിച്ച് ചോറ് കൊടുക്കട്ടെ. ചോറ് കൊടുത്തു കഴിയുമ്പോൾ എന്ന് പറയും ഞാൻ അതിനെ പഠിപ്പിക്കട്ടെ. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടല്ല നമ്മുടെ വീട്ടിൽ ജപമാല തുടങ്ങേണ്ടത്. എല്ലാവർക്കും കൂടെ അതിനുശേഷം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു തീർക്കാമല്ലോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ജപമാല പ്രാർത്ഥനയെ കാണണം. വിശുദ്ധ ക്ലെമന്റ് പറയുകയാണ്, ഒരു പാപിയെ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് ജപമാല ചെല്ലാൻ നിനക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ ആ പാപി മാനസാന്തരപ്പെടാതിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു വിശുദ്ധനെ വാർത്തെടുക്കുന്നത്, വിശുദ്ധനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്, വിശുദ്ധിയുടെ പടവിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നത്, പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഈ ജപമാല പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ സഭാസ്ഥാപകൻ ദേവദാസൻ പഞ്ഞിക്കാരനച്ഛൻ, ദേവദാസൻ
പഞ്ഞിക്കാരൻ അച്ഛൻ. നവംബർ 4-ാം തീയതിയാണ് അച്ഛൻ്റെ ചരമദിനം നമ്മൾ ആഘോഷിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ അച്ഛൻ്റെ പ്രാർത്ഥന ചെയ്യാൻ എല്ലാ വർഷവും ഞാൻ നിങ്ങൾക്ക് അച്ഛനോടുള്ളൊരു മധ്യസ്ഥ പ്രാർത്ഥന തരുന്നതാണ്. ആ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യമായ കാര്യങ്ങളിലും അച്ഛൻ്റെ മധ്യസ്ഥത്തിന് വലിയ ശക്തിയുണ്ട്. മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നവംബർ 4 ആകുമ്പോഴത്തേന് അച്ഛൻ്റെ തിരുനാൾ, നമ്മൾ അച്ഛൻ്റെ ചരമവാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോഴത്തേക്കും നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുടെ മേൽ ഇടപെട്ടിരിക്കും. ഹല്ലേലൂയ. അതായത് ഇപ്പം ദൈവദാസ പദവിയിലാണ്, ഇനി വിശുദ്ധനായി പദവിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക സഭാസ്ഥാപകൻ്റെ. അപ്പോൾ അതിന് ഒരുപാട് അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടി സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അച്ഛൻ പറയുകയാണ്, ദേവദാസൻ പഞ്ഞിക്കാരൻ അച്ഛൻ പറയുകയാണ്, മേരി നാമം, അച്ഛൻ മാതാവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു. അച്ഛൻ പറയുകയാണ്, മേരി നാമം നമ്മുടെ ഹൃദയത്തിന് ആനന്ദവും നാവിന് മധുരവും കർണങ്ങൾക്ക് അത് ഇമ്പവുമാണ്. പരിശുദ്ധ അമ്മയുടെ നാമം നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനത് ആനന്ദമാണ്, നാവിന് അത് മധുരമാണ്, നമ്മുടെ കർണങ്ങൾക്ക് അത് വലിയ ആഹ്ലാദമാണ്, അനുഭവമാണ്. വിശുദ്ധ ഡോൺ ഡൊമിനിഷ് പറയുകയാണ്, ഓ ദൈവമാതാവേ, നിന്നിൽ ആശ്രയിച്ചാൽ ഞാൻ രക്ഷ പ്രാപിച്ചു. നീ എന്നെ പാലിച്ചാൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. നീ എന്നെ സഹായിച്ചാൽ ശത്രുക്കളെ എല്ലാം ഞാൻ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന ഒരായുധമാണ് ജപമാല ഭക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ലോയി മോണ്ട്ഫോർട്ട് പറയാണ്, പെട്ടകത്തിൽ എന്ന പോലെ, അതായത് നോഹിൻ്റെ കാലഘട്ടത്തിൽ പെട്ടകത്തിൽ എന്നതുപോലെയാണ് മറിയമാകുന്ന പെട്ടകത്തിൽ ജപമാല പ്രാർത്ഥനയിലൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സംരക്ഷണമെന്ന്. നോഹിൻ്റെ കാലഘട്ടത്തിൽ ജലപ്രളയം വന്ന് സകലതും നശിക്കുന്ന സമയത്ത് ദൈവം നൽകിയ അരുളപ്പാടനുസരിച്ച് ഈ പെട്ടകമുണ്ടാക്കി ആ പെട്ടകത്തിൽ എല്ലാവരും കയറിയവരെല്ലാം എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ഇതുപോലെയാണ് ഈ അവസാന കാലഘട്ടത്തിലൂടെയൊക്കെ ലോകം കടന്നു പോകാനായിട്ടൊക്കെ ഒരുങ്ങുന്ന സമയത്ത് മറിയം എന്ന പെട്ടകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് ഭയപ്പെടേണ്ടതില്ല. നിനക്ക് വേണ്ട സംരക്ഷണം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ ഉണ്ട് എന്ന് ഉറപ്പു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ബ്രിജിറ്റ് പറയുകയാണ്, എൻ്റെ മകളെ, എൻ്റെ അങ്കിക്കുള്ളിൽ ഒളിച്ചിരിക്കുക. ഈ അങ്കിക്കുള്ളിലാണ് എൻ്റെ സംരക്ഷണം നിനക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ, പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമായ മേലങ്കിക്കുള്ളിൽ നമുക്ക് ഒളിച്ചിരിക്കാൻ സാധിച്ചാൽ ഒരു പിശാചിനും ഒരു തിന്മയ്ക്കും നമ്മളെ വേട്ടയാടാനായിട്ട് സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിശുദ്ധ അമ്മയുടെ മക്കളായത് എപ്പോഴാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ എൻ്റെ അമ്മേ എന്ന് വിളിക്കാനുള്ള യോഗ്യത അല്ലെ അതിനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയത് എപ്പോഴാണ്? ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ നിൻ്റെ അമ്മ. പിന്നെയോ യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അമ്മയോട് ഈശോ പറയുകയാണ്, യോഹന്നാനെ നിന്റെ മകനായി സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ യോഹന്നാനെ മാത്രമല്ല അമ്മ കുരിശിൻ്റെ ചോട്ടിൽ വെച്ച് മകനായി സ്വീകരിച്ചത്. ഈ ലോകത്തിൽ ജനിക്കാൻ പോകുന്ന യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ മക്കളായിട്ട് സ്വീകരിക്കുകയായിരുന്നു. അപ്പം മക്കളെന്ത് ചെയ്യണം? ഈശോ നമുക്ക് തന്ന ആ കുരിശിലെ സമ്മാനമായ പരിശുദ്ധ അമ്മയെ എൻ്റെ അമ്മയായി തന്നെ ഞാൻ സ്വീകരിക്കണം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഈശോ ജനിക്കുന്ന സമയത്ത് ഗബ്രിയേൽ മാലാഖ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്, ദൈവിക വെളിപ്പെടുത്തുകൽ മാതാവിന് കൊടുത്തു അല്ലേ? നിന്റെ ഒരു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്നുള്ള ആ അരുളപ്പാട് മുതൽ നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്ന ശിശു അവൻ യേശു എന്ന് വിളിക്കപ്പെടും, അവൻ ദൈവപുത്രനാണ് എന്നുള്ള വെളിപ്പെടുത്തലുകൾ നൽകി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ എന്താ ചെയ്തത്? അമ്മ പറഞ്ഞ ഒരൊറ്റ വാക്യമാണ്. എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ. അതായത് ദൈവപുത്രൻ്റെ, ശ്രദ്ധിക്കണേ, ദൈവപുത്രൻ്റെ അമ്മയാകാൻ വേണ്ടി സമ്മതം മൂളിയ ആ നിമിഷത്തിൽ തന്നെ എൻ്റെയും നിങ്ങളുടെയും അമ്മയാകാൻ മാതാവ് സമ്മതം മൂളുകയായിരുന്നു. ശരിയല്ലേ? ആണോ? അപ്പോൾ കുരിശിൻ്റെ ചോട്ടിൽ വെച്ച് മാത്രമാണോ? അല്ല,
ഈശോയെ ഗർഭം ധരിച്ച നിമിഷത്തിൽ ഈശോയെ ഗർഭം ധരിക്കാൻ ഈശോയുടെ അമ്മയാകാൻ വേണ്ടി സമ്മതം മൂളിയപ്പോൾ തന്നെ നമ്മുടെയും അമ്മയാകാൻ മാതാവ് സമ്മതം മൂളി. ഹല്ലേലൂയ. ഈശോ ശിരസ്സും നമ്മൾ ഓരോരുത്തരും അവയവങ്ങളുമാണ്. അപ്പം ശിരസ്സും അവയവവും ഒരിക്കലും വേർപെട്ടിരിക്കുകയല്ലോ. ഈശോയെ ഗർഭം ധരിച്ചപ്പോൾ ആ കൂടെ നമ്മളും നമ്മൾ ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങളായതുകൊണ്ട് ആ കൂടെ നമ്മളും അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയെ പരിശുദ്ധ അമ്മയെ അമ്മയായിട്ട് സ്വീകരിച്ചിരിക്കുന്നവരെന്ന് കൈപ്പൊക്കിക്കേ. പരിശുദ്ധ അമ്മ, ഈശോയുടെ അമ്മ, എൻ്റെ അമ്മയാണെന്ന് വലിയ സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന ഒരു കൈപ്പൊക്കിക്കേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമാണോ അത്? ആണോ? എങ്കിൽ എന്ത് ചെയ്യണം? ഈ അമ്മയെ, ഈശോയുടെ അമ്മ എൻ്റെ അമ്മയാണെങ്കിൽ ഈ മകൻ അല്ലെ ഈ മകള് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്പറിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നാം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് വഴി ഈശോയ്ക്ക് സമർപ്പിക്കണം. എന്ത് ചെയ്യണം? ഈ പരിശുദ്ധ അമ്മയെ, സ്വന്തം ഈശോയുടെ അമ്മയെ എൻ്റെ അമ്മയായി ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ എന്ത് ചെയ്യണം? രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ സമർപ്പണം കൂടെ നവീകരിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. 3, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഇടയ്ക്കിടയ്ക്ക് ഈ സമർപ്പണം കൂടെ നടത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഏതാ 3 കാര്യങ്ങൾ? ഏതൊക്കെയാ? ഒന്ന് എന്നെ തന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കണം. 2, ഈ സമർപ്പണം കൂടെ ഞാൻ നവീകരിക്കണം. 3, അതിനോട് തന്നെ ചേർന്നുള്ള രാവിലെ എഴുന്നേറ്റ് കട്ടിലിൽ നിന്ന് പുറത്തേക്ക് പോരുന്നതിന് മുൻപ് ആ കട്ടിലിൽ ഇരുന്നും നമ്മൾ എന്ത് ചെയ്യണം? ഈ സമർപ്പണം 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും മാതാവിൻ്റെ ആ വലിയ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത് എന്താ? ഒരമ്മയില്ലാത്ത അവസ്ഥയാണ്. ശരിയല്ലേ? എത്രയോ പേർക്ക് അമ്മമാരില്ല, അമ്മ നഷ്ടപ്പെടും. നമ്മൾ കൊറോണയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് നേരത്തില്ല, ഞാൻ വീഡിയോയിൽ കണ്ട ഒരു സംഭവമാണ്. ഒരു 9 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞും ഒരു 2 വയസ്സ് പ്രായമുള്ള ഒരു മോൻ, 2 ആൺപിള്ളേരാണ്. അപ്പോൾ അവൻ്റെ അമ്മ നേഴ്സായിരുന്നു, അവരുടെ അമ്മ നേഴ്സായിരുന്നു. ഈ അമ്മ കൊറോണ പിടിപെട്ട് മരിച്ചുപോയി. 2-3 ദിവസമൊക്കെ മോൻ, ഇളയ കുഞ്ഞ്, 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് അമ്മ ഇപ്പോൾ വരും എന്ന് ഓർത്തുകൊണ്ട് കാത്തിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അവൻ്റെ പിടിവിട്ടു. അവൻ വാവിട്ട് കരയാൻ തുടങ്ങി. ഒരു വീഡിയോ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കരയുന്ന സമയത്ത് ഈ 9 വയസ്സ് പ്രായമുള്ള ആൺകുട്ടി അവൻ്റെ ഇളയ കുഞ്ഞിനെ, സഹോദരനെ കൂട്ടിക്കൊണ്ട് വീടിൻ്റെ പുറത്തോട്ട് എന്ന് വെച്ചിട്ട് മുകളിലോട്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറയുകയാണ്, കൊച്ചനുജനോട് പറയുകയാണ്, അമ്മ മുകളിലുണ്ട്, അമ്മ ആകാശത്തുണ്ട്. അപ്പോൾ കൊച്ച് ആകാശത്തേക്ക് നോക്കി വെച്ചാൽ അമ്മ ഇറങ്ങി വായോ എന്നും പറഞ്ഞ് കൊച്ച് കരയുന്ന ഒരു വീഡിയോ. നമ്മുടെ ചങ്ക് തകർന്നു പോകും. നമുക്കറിയാം, നമ്മുടെ ഈ ലോക ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഒരു നല്ല അമ്മ ഉണ്ടായിരിക്കുന്നതാണ്. ശരിയാണോ? ആണോ? നമ്മുടെ വളർച്ചയുടെയും ഉയർച്ചയുടെയും എല്ലാ ഐശ്വര്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം ഈ അമ്മയാണ്. അത് നമ്മുടെ ഭൗതികമായ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്ത് വേണം? അമ്മ വേണം. ആത്മീയ ജീവിതത്തിൽ അമ്മ വേണമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള യാത്രയിൽ ഈശോയെ അമ്മ പ്രസവിച്ചത് എവിടെയാണ്? ഈശോയെ പ്രസവിച്ചത് കാലിത്തൊഴുത്തിലാണ്. നമ്മളെ പ്രസവിച്ചത് എവിടെയാണ്? കാൽവരിയിലാണ്. കാരണം എന്താണ്? നമുക്ക് ആത്മീയ ജന്മം നൽകാൻ വേണ്ടി ഈ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ പരിശുദ്ധ അമ്മ അനുഭവിച്ച സഹനം മുഴുവൻ നമുക്ക് നിത്യതയിലേക്ക് ജന്മം നൽകാനുള്ള അമ്മയുടെ പ്രസവ വേദനയായിരുന്നു. വലത്തുകരം ഉയർത്തി ആമേൻ. ഹല്ലേലൂയ. ഈ അമ്മയെ എന്ന് വിളിക്കുമ്പോഴേ എങ്ങനെയാണ് എൻ്റെ അമ്മയാകുന്നതെന്ന് ഞാൻ അറിയണ്ടേ? പരിശുദ്ധ അമ്മ എങ്ങനെ എൻ്റെ അമ്മയായി? ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. കാലിത്തൊഴുത്തിൽ ഈശോയെ പ്രസവിച്ചപ്പോൾ അമ്മ അന്നു മുതൽ ഈ കാൽവരിയിൽ ഈശോയുടെ ജീവനെ, അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവനെ സമർപ്പിക്കുന്ന ആ നിമിഷം വരെയുള്ള അമ്മയുടെ സഹനം, അതുകൊണ്ടാണ് സഹരക്ഷക എന്നാണ് അമ്മയെ സഭ വിശേഷിപ്പിക്കുന്നത്. ആ സഹനം മുഴുവനും എനിക്കും നിങ്ങൾക്കും നിത്യതയിലേക്ക് ജന്മം നൽകാൻ വേണ്ടി അമ്മ അനുഭവിച്ച പ്രസവ വേദന തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവർക്ക് ഒരിക്കലും
നിത്യത കിട്ടാതെ പോവുകയില്ല, നിത്യജീവൻ കിട്ടാതെ പോവുകയില്ല, വിശുദ്ധി പ്രാപിക്കാതെ പോവുകയില്ല. വലത്തേറുമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, നമ്മൾ പരിശുദ്ധ അമ്മയുടെ മക്കളാണ്. ഉറപ്പായോ? ഉറപ്പായോ? ഉറപ്പായവർ മാത്രം ഒന്ന് വലത്തുകരം ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ മക്കൾ നമ്മൾ ഇനി മുന്നോട്ട് എങ്ങനെയാണ്? ഒരമ്മ ഒരു മകനിൽ നിന്ന്, ഒരു മകളിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മരിച്ചടക്കിന് പോയപ്പം അടക്കെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കി, ഒരമ്മ നിന്ന്, ഒരു പ്രായമായ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന രോഗിയായിരിക്കുന്ന ഒരമ്മ വല്ലാതെ പരിഭ്രാന്തിപ്പെടുക, അല്ലാതെ അസ്വസ്ഥപ്പെടുക. അപ്പം ഞാൻ ഇത് കണ്ടിട്ട് അമ്മച്ചിയുടെ അടുത്തോട്ട് എന്ന് ചോദിച്ചു, അമ്മച്ചി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു. അമ്മച്ചിയുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു. അപ്പം ഈ അമ്മച്ചി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ മക്കളെ ഒന്നും കാണുന്നില്ല, അവരെന്നെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോയെങ്കിലോ. എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു അത്. കാരണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കൊണ്ടുപോകുന്ന വഴിക്ക് ഉപേക്ഷിക്കുന്നു അല്ലേ, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് പോരുന്നു. അപ്പം അതൊക്കെ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ വേദനയായിട്ട് കിടപ്പുണ്ട്. അപ്പം സെമിത്തേരിയിൽ നിന്ന് എല്ലാവരും വിട്ടുപോകുന്നതിന് മുൻപ് അമ്മ ഭയങ്കരമായിട്ട് പരിഭ്രാന്തിയോടെ നിൽക്കുമ്പോൾ ഞാൻ ചെന്ന് അമ്മേനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച്, അമ്മ എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിച്ച് പറയാം, മക്കളെ ആരും കാണുന്നില്ല, അവരെന്നെ ഇവിടെയെങ്ങാനും ഇട്ടിട്ട് പോയെങ്കിലോ. അപ്പോൾ കണ്ടോ, മക്കളിൽ നിന്ന് മാതാപിതാക്കളിൽ ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. അവർ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കണമെന്നും, കൊണ്ടു നടക്കേണ്ട സമയത്ത് കൊണ്ടു നടക്കണമെന്നും, കൂടെയായിരിക്കേണ്ട സമയത്ത് കൂടെയായിരിക്കണമെന്നും ഒരുപാട് കാര്യങ്ങൾ മക്കളിൽ നിന്ന് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ പരിശുദ്ധ അമ്മയെ ഞാൻ എൻ്റെ അമ്മയായിട്ട് സ്വീകരിച്ച് കഴിയുമ്പോൾ അമ്മ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഒന്ന് ഞാൻ നമ്പറിട്ട് പറയുക, നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി. ഒന്ന്, ഈശോ അമ്മയെ അനുസരിച്ചതുപോലെ നമ്മളും അമ്മയെ ചെയ്യുവിൻ. ഹല്ലേലൂയ. അവൻ പറയുന്നത് ചെയ്യുവിൻ. അപ്പം അമ്മ പറയുന്നത് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ പറയുന്നത് അവൻ പറയുന്നതാണ്. ആര് പറയുന്നത്? പുത്രൻ, ഈശോ പറയുന്നതാണ്. അപ്പം ഈശോ നമ്മളോട് പറയുന്നത് അനുസരിക്കാനാ. 10 കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കണം. അവിടെയേ നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ഈശോ അമ്മയെ ബഹുമാനിച്ചതുപോലെയും സ്നേഹിച്ചതുപോലെയും അമ്മയെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം. ഹല്ലേലൂയ. സ്നേഹം കൊണ്ടാകാം, സ്വാതന്ത്ര്യം കൊണ്ടാകാം. ചിലപ്പോൾ വളരെ കുത്തുവാക്കുകൾ, വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും അപമര്യാദയോടുകൂടി പെരുമാറുന്നതും ഒക്കെയായ ഒരു രീതി നമുക്ക് ഉണ്ട് അമ്മമാരുടെ അടുത്ത്. അപ്പം അമ്മ ഈശോ എങ്ങനെ അമ്മയെ സ്നേഹിച്ചു, ഈശോ അമ്മയെ എങ്ങനെ ബഹുമാനിച്ചു, അതുപോലെ നമ്മൾ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ അമ്മയോട് അനുരൂപപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് അമ്മ മോഡൽ, നമ്മൾ പറയല്ലേ, അമ്മ മോഡലാക്കാവുന്ന അമ്മമാരുണ്ട് ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ഈ അമ്മ മോഡൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ ചിന്തിക്കുകയായിരുന്നു, പരിശുദ്ധ അമ്മയുടെ ഏത് കാര്യമാണ് എനിക്ക് മോഡലായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നത്? ഞാൻ അങ്ങനെ ഇരുന്ന് വചനം വായിച്ചപ്പോൾ എന്നെ ടച്ച് ചെയ്ത് ഇതാണ്, പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ദൈവപുത്രൻ്റെ അമ്മയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒട്ടനെ ഒരു കാര്യം ചെയ്തു. എന്താണത്? ഒട്ടനെ അമ്മ പോകുന്നത് വളരെ വിദൂരങ്ങളിലേക്ക് തൻ്റെ ഇളയമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. കാരണം അതും അവിടെ വെളിപ്പെടുത്തപ്പെട്ടിരുന്നു. നിൻ്റെ ഇളയമ്മ എലിസബത്ത് അവൾ ഗർഭിണിയാണ് എന്നറിഞ്ഞു. അവിടെ അമ്മ എന്താ ചെയ്തെന്ന് നോക്കിക്കേ. അവിടെ പരിശുദ്ധ അമ്മയെ ആരും ക്ഷണിക്കുന്നില്ല, ആരും വിളിക്കുന്നില്ല, ആരും വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നില്ല, ആരും പരിശുദ്ധമ്മയുടെ സഹായം തേടുന്നില്ല. പക്ഷേ അമ്മ തന്നെ സ്വയം അറിയുകയാണ്, ആവശ്യം അറിയുകയാണ്. സ്വയം ആവശ്യം അറിഞ്ഞ് ഇറങ്ങി പുറപ്പെടുകയാണ്. വളരെ തിടുക്കത്തിൽ അമ്മ ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു കണ്ടുമുട്ടലും, പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലും, ഒരു ഇറങ്ങിപ്പുറപ്പെടലും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ പരിശുദ്ധ അമ്മ ഇടപെടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു സ്ത്രീയാണ്. ഹല്ലേലൂയ. ആരും ക്ഷണിച്ചിട്ടല്ല, ആരും വിളിച്ചിട്ടല്ല, ആരും ആവശ്യപ്പെട്ടിട്ടല്ല. ഹല്ലേലൂയ. ഇതൊരു മോഡലാണ്. പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഏത് നന്മകളുടെ മുൻപിലും നമുക്കിതുപോലെ ഒന്നറിഞ്ഞ്
ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് അവരുടെ ആവശ്യങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി ഒന്ന് ഇറങ്ങി പുറപ്പെട്ട് ഒന്ന് ഇടപെടാൻ സാധിച്ചാൽ നമുക്ക് ഒരുപാട് പേരെ ഈശോയ്ക്ക് വേണ്ടി നേടാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരും കൂട്ടിക്കൊണ്ടു പോകുന്നില്ല, ആരും വിളിച്ചു വരുത്തുന്നില്ല, ആരും ക്ഷണിക്കുന്നില്ല, ആരും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ അമ്മ സ്വയം മനസ്സിലാക്കിയെടുക്കുവാണ്, എൻ്റെ സാന്നിധ്യം, എൻ്റെ സഹായം ഇപ്പോൾ എലിസബത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മളും പ്രിയപ്പെട്ടവരെ ശുശ്രൂഷ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങളോട്, മാതാപിതാക്കളോട്, ബന്ധുമിത്രാദികളോടൊക്കെയുള്ള നമ്മുടെ കടപ്പാടിൽ മോഡലാക്കാവുന്ന ഒരു രംഗമാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഇറങ്ങിപ്പുറപ്പെടലും ഇടപെടലും. നമ്മൾ പല നീതീകരണങ്ങൾ പറയും. അവരെന്നെ വിളിച്ചില്ലല്ലോ, ക്ഷണിച്ചില്ലല്ലോ, ആവശ്യപ്പെട്ടില്ലല്ലോ, പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് കണ്ടില്ല എന്ന് വെക്കാം, കേട്ടില്ല എന്ന് വെക്കാം, ഇടപെടേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലേ? ശരിയല്ലേ? പക്ഷെ അതൊന്നും അല്ല ഇവിടെ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക. അപ്പോൾ ഉണ്ടോ, അമ്മയോട് അനുരൂപപ്പെടുക എന്ന് പറയുമ്പോൾ അമ്മയുടെ ഈ ശുശ്രൂഷ മോഡല് നമുക്ക് നമ്മുടെ കുടുംബത്തിലൊന്ന് ആരംഭിക്കുകയാണേൽ, ശുശ്രൂഷ മോഡൽ എവിടെ ആരംഭിക്കേണ്ടത്? എവിടെ ആദ്യം ആരംഭിക്കേണ്ടത്? കുടുംബത്തിൽ ആരംഭിക്കണം. കുടുംബത്തിൽ ആരംഭിക്കുക എന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടി? ഇപ്പം നമുക്കറിയാം, ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ആ ഭർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ചോദിക്കാതെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ആഗ്രഹിക്കുന്നത്? ഭാര്യ ചായ എടുത്ത് കാപ്പിയെടുത്ത് കൊടുക്കണം, സന്തോഷത്തോടെ ഇടപെടണം. അതാ ഭാര്യ ആഗ്രഹിക്കുക, അല്ലേ? എന്നെ മിണ്ടാത്തെ? അതെ, ആഗ്രഹിക്കുക. ഭർത്താവ് ചോദിക്കാറൊന്നുമില്ല, പക്ഷേ നമ്മൾ എടുക്കുന്നു, കൊടുക്കുന്നു, ക്ഷേമം അന്വേഷിക്കുന്നു, സംസാരിക്കുന്നു. ഇതവർ ശുശ്രൂഷയാണ്. പക്ഷേ പലപ്പോഴും ഭർത്താവ് വീട്ടിലുണ്ട്, ഭാര്യയാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ എന്താ ആഗ്രഹിക്കുന്നുണ്ട്? അപ്പോൾ എന്താ ഭാര്യ ആഗ്രഹിക്കുന്നത്? ഭാര്യ ഇത് തന്നെ ആഗ്രഹിക്കുന്നത്. എന്താ ആഗ്രഹിക്കുന്നത്? എടുത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? ആണോ? നമ്മുടെ പോളിസി എന്താണ്? എപ്പോഴും ആരെ എടുക്കേണ്ടത്? ആരെ എപ്പോഴും കൊടുക്കേണ്ടത്? എടുക്കലും കൊടുക്കലും അതെപ്പോഴും മറ്റുള്ളവരും നമ്മൾ പ്രതീക്ഷിക്കുക. ഈ എടുക്കലും കൊടുക്കലും എന്നുള്ള തിയറി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടതാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എടുക്കുവല്ല, കൊടുക്കുക. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഭർത്താവ് എനിക്ക് ചായ എടുത്ത് തന്നെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ എനിക്ക് ചായ എടുത്ത് തന്നെങ്കിൽ, ഇന്ന് ഞാൻ തിരിച്ച് എടുത്ത് കൊടുക്കുക. ഹല്ലേലൂയ. 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 ഇനി അപ്പനും അമ്മയും കൂടെ എവിടെയെങ്കിലും ഒരു യാത്ര കഴിഞ്ഞ് വന്നു, അവിടെ ആ യാത്ര കഴിഞ്ഞ് വന്നിരിക്കുന്ന അമ്മയോട് അവകാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. മക്കള് ചായ എടുക്കമ്മേ എന്ന് പറയുകയല്ല വേണ്ടത്. പിന്നെ എന്താ പറയേണ്ടത്? അപ്പനും അമ്മയ്ക്കും ചായ എടുത്തു കൊടുത്ത് അവരെ സ്വീകരിക്കേണ്ട കടമ ആരുടേതാ? മക്കളുടേതാ. ഇപ്പം മരുമകൾ പറയുവാണ്, എങ്ങാണ്ടോടെയൊക്കെ കറങ്ങി നടന്നേച്ച് വന്നേക്കുവാ, തന്നെ എടുത്ത് കുടിക്കട്ടെ. അപ്പം മാതാവിൻ്റെ മോഡലാണോ അത്? ആണോ? വീട്ടിലോട്ട് കയറി വരുമ്പോൾ മരുമകളോ കൊച്ചുമകളോ മകനോ ആരെങ്കിലും യാത്ര കഴിഞ്ഞ് വന്നാലേ ഒരു ഗ്ലാസ് ചായ എടുത്ത് കൊടുത്തിട്ട് ക്ഷേമമൊക്കെ അന്വേഷിക്കാം എന്ന് കരുതി ഒരു ചായ എടുത്ത് കൊടുത്താൽ, ഒരു ബിസ്ക്കറ്റ് എടുത്ത് കൈ കൊടുത്താൽ അവരുടെ ക്ഷീണമൊക്കെ പോകുകയല്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചില തിയറികളൊക്കെ നമ്മൾ അഴിച്ചു പണിയേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് തിരുത്തേണ്ടതായിട്ടുണ്ട്. എല്ലാവരും മാതാവിൻ്റെ മോഡലിലുള്ള ഒരു ശുശ്രൂഷ ആരംഭിക്കണം. ഭർത്താവ് ചില സമയത്ത് ഭാര്യനെ കൊടുത്ത് സ്നേഹിച്ച് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കേണ്ട, കൊണ്ടു നടക്കേണ്ട സമയമുണ്ട്. ഭാര്യ അതുപോലെ തന്നെ ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഭർത്താവിന് കൊടുക്കേണ്ടത് കൊടുത്ത് ചേർത്ത് പിടിച്ച് ശുശ്രൂഷിക്കേണ്ട സമയമുണ്ട്. മക്കള്, മരുമക്കളും കൊച്ചുമക്കളും മക്കളുമൊക്കെ മാതാപിതാക്കളോട് എടുത്ത് കൊടുത്ത് സ്നേഹം കാണിച്ച് ശുശ്രൂഷിക്കേണ്ട സമയമുണ്ട്. ഉണ്ടോ? ഇത് കൂടാതെ ഈ ഒരു ശുശ്രൂഷ മോഡൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ഈ ജപമാലയും ചൊല്ലി മാലാകെ 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 എന്ന് പറഞ്ഞു നടന്നാൽ ഏറ് കിട്ടും. കൊന്തയും മേടിച്ചെറിയും, ക്ലാസ്സും എടുത്തെറിയും, പാത്രം എടുത്തെറിയും, അവസാനം എന്നെ എറിയും. കാരണം ആരാ മാലാകെ വിളിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത്, അല്ലേ? അപ്പം ഈ മാലാകയോട് ചേർന്ന് നിന്ന്, മാതാവിനോട് ചേർന്ന് നിന്ന് നമ്മൾ മാതാവിൻ്റെ മോഡലാകണം. പരിശുദ്ധ അമ്മയുടെ മോഡലാകണം. പരിശുദ്ധ അമ്മയുടെ മോഡൽ എന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സ്പർശിച്ചതാ. തിടുക്കത്തിൽ പുറപ്പെടുന്ന അമ്മ. ഞാൻ ഓർത്തിട്ട് ആര് വിളിച്ചിട്ടാണ് അമ്മ ഇങ്ങനെ പോകുന്നത്? ആരാ വിളിച്ചത്? നമ്മൾ ചിലപ്പോൾ നമ്മൾ വിളിക്കാതെ തന്നെ അയൽവക്കത്തോട്ട് ചെല്ലേണ്ട സമയമുണ്ട്.
നമ്മൾ വിളിക്കാതെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് ചെല്ലേണ്ട സമയമുണ്ട്. അവർ ക്ഷണിക്കാതെ തന്നെ അവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ട സമയങ്ങളുണ്ട്. അതാണ് എൻ്റെ ജപമാല പ്രാർത്ഥനയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണോ? ശരിയാണ്. അപ്പോൾ അവകാശവാദങ്ങൾ അങ്ങ് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. എടുത്ത് കൊടുത്ത് സ്നേഹിച്ച് ശുശ്രൂഷിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഞാനാണോ ഇത് ചെയ്യേണ്ടത്, അതെയോ ഭാര്യയാണോ ഇത് ചെയ്യേണ്ടത്, ഭർത്താവാണോ ഇത് ചെയ്യേണ്ടത്? നമ്മൾ ഓരോരുത്തരും വിവേചിച്ചറിയുക. ഹല്ലേലൂയ. അപ്പോൾ എന്ത് സംഭവിക്കും? അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം ആഴപ്പെടും. അങ്ങനെ നമ്മൾ പരിശുദ്ധ അമ്മയെ ഇങ്ങനെ മോഡലാക്കാൻ തുടങ്ങുമ്പോഴത്തേന്, അമ്മ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബന്ധമാകും ആരുമായിട്ട്? മാതാവുമായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഓർത്ത് നോക്കിയേ, എവിടെയെങ്കിലും നമുക്ക് കിട്ടേണ്ട സ്നേഹവും മനസ്സിലാക്കലും അംഗീകരിക്കലും ഈ നഷ്ടപ്പെടുത്തുമ്പോഴാണ് കുടുംബ പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലേ? സങ്കടം വരുന്നത്, പൊട്ടിക്കരയുന്നത്, ആരുമില്ലെന്ന് തോന്നുന്നത്, നിരാശപ്പെട്ടു പോകുന്നത്, ഡിപ്രഷനിലേക്ക് പോകുന്നത്, രോഗിയായി മാറുന്നത്, ആശുപത്രിയിൽ പോകേണ്ടി വരുന്നത്. ഓരോരുത്തരും കരുതേണ്ടതുപോലെ കരുതേണ്ട സമയത്ത് കരുതേണ്ടതുപോലെ കരുതി സ്നേഹിച്ച് കൊണ്ടു നടന്നാൽ ഒത്തിരി മരുന്നൊക്കെ നമുക്ക് വേണ്ടായെന്ന് വെക്കാൻ പറ്റും. ആശുപത്രി പോക്കൊക്കെ നമുക്ക് നിർത്താൻ പറ്റും. കാരണം അവിടെ സ്നേഹിക്കപ്പെടാത്തതിൻ്റെ വേദനകളാണ്, മനസ്സിലാക്കപ്പെടാത്തതിൻ്റെ നൊമ്പരങ്ങളാണ് രോഗങ്ങളായിട്ട് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജപമാല ഭക്തിയും മാലാഖയുള്ള ഭക്തിയും പ്രാർത്ഥനയിലുള്ള ഭക്തിയും എല്ലാം നല്ലതാണ്. പക്ഷെ അതെല്ലാം സാക്ഷ്യമായി വരേണ്ടത് നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിലൂടെയാണ്. നമ്മൾ നല്ല മാതൃകയായിട്ട് നമ്മൾ ശുശ്രൂഷ ചെയ്യണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ഒരു പുത്രൻ സഹജമായ ഒരു സ്നേഹം എപ്പോഴും അമ്മയുടെ അടുത്ത് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ എത്ര നന്ദിഹീനരും ബലഹീനരുമാണെങ്കിലും അമ്മ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എല്ലാ മാതൃസ്നേഹത്തെക്കാളും അതിശയിക്കുന്ന അതിശക്തമായ ഒരു സ്നേഹം പരിശുദ്ധ അമ്മ നമ്മുടെ മേൽ ഒഴുക്കിക്കൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട 4 കാര്യങ്ങൾ ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 1, അനുദിനം നമ്മൾ ചെയ്യുന്ന എല്ലാ ത്യാഗങ്ങളും വേദനകളും ശുശ്രൂഷകളും ഒത്തിരി സ്നേഹത്തോടെ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. 2, അമ്മയെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ, വിശുദ്ധ കുർബാനയെക്കുറിച്ച്. വിശുദ്ധ കുർബാനയുടെ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ ക്ലാസ് തുടങ്ങാമെന്ന് കരുത്. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ വന്നു, കുഴപ്പമില്ല, ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ഒരുപാട് അറിയുക, വായിക്കുക, പഠിക്കുക. വല്ലവരൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ മാതാവിനോടുള്ള ഭക്തി ഉപേക്ഷിക്കാതിരിക്കുക. പിന്നെയോ പരിശുദ്ധ അമ്മയോടൊത്ത് സഹവസിക്കുക. ഇപ്പോൾ ഏതൊരമ്മയ്ക്കും മക്കൾ കൂടെ ഉണ്ടായിരിക്കുന്ന സന്തോഷമല്ലേ? ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ചോദിക്കട്ടെ, മക്കൾ കൂടെ ഉണ്ടായിരിക്കുന്ന സന്തോഷമാണോ? ആണോ? അതല്ലേ സന്തോഷം, അതാണ് സന്തോഷം. അപ്പം മാതാവിൻ്റെ സന്തോഷം എന്നതാ? പരിശുദ്ധ അമ്മയുടെ സന്തോഷം എന്നതാ? നമ്മൾ കൂടെ ആയിരിക്കുന്നതാണ്. അപ്പം അമ്മയുടെ കൂടെ ആയിരിക്കാനായിട്ട് നോക്കുക. അമ്മയുടെ കൂടെ ആയിരിക്കാൻ, അമ്മയുടെ സാന്നിധ്യം, അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അപ്പം നമുക്കതൊന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ അമ്മേനെ അനുകരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൽ ഒരു കാര്യം മാത്രം ഞാൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഏതാണത്? മോഡൽ, അമ്മ മോഡൽ, പരിശുദ്ധ അമ്മ മോഡൽ. ഇന്ന് മുതൽ ഞാൻ ആര് മോഡലായിരിക്കും? പരിശുദ്ധ അമ്മ മോഡൽ. ആ മോഡൽ എന്താണെന്നാണ് പറഞ്ഞത്? ശുശ്രൂഷാ ജീവിതത്തിലാണ് ആ മോഡൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ശുശ്രൂഷാ ജീവിതത്തിൽ ആണ് ആ മോഡൽ കാണിക്കാൻ പോകുന്നത്. അത് വലിയൊരു സംഭവമാണ്, അല്ലേ? ആണോ? അതെ. ഈ കഞ്ചിക്കോടുള്ള റാണി മാതാവിൻ്റെ വലിയ ഭക്തിയാണ്. നിങ്ങൾക്കറിയത്തില്ലേ? അവിടെ പരിശുദ്ധ അമ്മ വഴിയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു മരിയൻ വിരോധി, മാതാവിനോട് ഭക്തിയില്ലാത്ത ഒരാൾ, മരിയൻ വിരോധി, അയാൾ വന്നിട്ട് റാണിയോട് പറയുന്നുണ്ട്, നീ മാതാവിനോടുള്ള ഭക്തി ഉപേക്ഷിക്കണം. വേറെ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനില്ല. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ആ ഭക്തി നീ ഉപേക്ഷിക്കണം. അപ്പം റാണി ഉടനെ ഒരു ചോക്കെടുത്ത് ഈ മനുഷ്യൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ചോക്ക് ഉപയോഗിച്ച് യേശു എന്നൊന്ന് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ മനുഷ്യൻ ചോക്ക് മേടിച്ച് കയ്യിൽ പിടിച്ചിട്ട് റാണിയോട് പറഞ്ഞതാണ് പറയുന്നത്, എനിക്കൊരു ബോർഡും കൂടെ വേണം. ചോക്ക് ഉപയോഗിച്ച് എഴുതണമെങ്കിൽ എന്ത് വേണം? ബുക്കിൽ എഴുതത്തില്ല, പിന്നെ എന്ത് വേണം? ഒരു ബോർഡ് വേണം. ഉടനെ ആ ബോർഡ് ചോദിച്ച സമയത്ത് റാണി അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു, ഈ ലോകത്തിൽ യേശു എന്ന നാമം എഴുതാൻ
ദൈവം എടുത്തുപയോഗിച്ച ബോർഡാണ് പരിശുദ്ധ കന്യാമറിയം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മയില്ലാതെ യേശു ഇല്ല. ഈ ലോകമാകുന്ന ഈ ബോർഡിൽ, പരിശുദ്ധ അമ്മയാകുന്ന ബോർഡിലാണ് ഈശോ എന്ന നാമം എഴുതി വെച്ചത്. അദ്ദേഹം മുട്ടുകുത്തി മാതാവിനോട് റാണിയോട് മാപ്പ് ചോദിച്ചിട്ട് മരിയെ മാതാവിനെ സ്വീകരിച്ചുകൊണ്ട് കടന്നുപോയി എന്നാണ് പറയുന്നത്. വലത്തുകരമുയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം അടുത്ത പ്രാവശ്യം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്തവർ, ജപമാല പ്രാർത്ഥന മുടങ്ങിക്കിടക്കുന്നവർ, നിർത്തിക്കളഞ്ഞവർ, അത് വലിയ ആവശ്യമുള്ള കാര്യമൊന്നും അല്ല എന്ന് ചിന്തിച്ച് അതൊക്കെ മുടക്കിക്കളഞ്ഞവരൊക്കെ എന്ത് ചെയ്യണം? അത് വീണ്ടും തുടങ്ങണം.